അതായത് ഈ പടത്തിൽ അടിനാശം എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു അടിനാശം തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കോമഡി പോലെയാണ് ചെയ്തേക്കുന്നത്. ഒരു കോമഡി സബ്ജക്റ്റാണ്. കോമഡി പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വിഷയം ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ ക്യാമ്പസിനെയും യുവതലമുറയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്നിനെതിരെ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് ചിത്രത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ, പിന്നെ നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷം പ്രേംകുമാർ സാറിനെ സ്ക്രീനിൽ കാണുകയാണ്. ബൈജു ഒരുവിധം എല്ലാവരും നല്ലതായിട്ട് കണ്ട. ലാസ്റ്റ് ഒരു ബാബു ആൻ്റണിയുടെ ഒരു ഗെറ്റപ്പുണ്ട്. എന്തായാലും പടം ഒരു എൻ്റർടൈനറാണ്, കണ്ടിരിക്കാം. ഉണ്ട്. ബാബുവിൻ്റെ ലാസ്റ്റ് ആക്ഷനായിട്ടിൽ വന്നേക്കുന്നത് വലിയൊരു സാധനമോ. അപ്പോൾ ലാസ്റ്റാണ് പുള്ളിനെ കാണിക്കുന്നത്. എന്തായാലും ആരാ അതിന് പ്രത്യേകതയൊന്നുമില്ല. ഫാമിലിയായിട്ടൊക്കെ കാണാവുന്നതാണ്. മൊത്തം കോളേജ് ക്യാമ്പസാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും പിള്ളേരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പുതിയ പിള്ളേരൊക്കെ. ഇതുവരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റെ വരെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചില്ല. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഷൈൻ ടോമിൻ്റെ ഒരു പെർഫോമൻസ് വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് ഒരു എന്താ പറയുക, ഒരു അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള ഒരു ടൈറ്റിലിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. ഐ മീൻ ദ ലാസ്റ്റ് പോർഷൻ ഒരു ഫൈറ്റ് സീനുണ്ട്, അത് ഗംഭീര സാധനമായിരുന്നു. നമ്മൾ ഈ പ്രിയദർശൻ്റെയൊക്കെ പടത്തിന് അവസാനം കാണുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, എല്ലാം കൊണ്ടുള്ള ഒരു കൊളാപ്സ്, അതേപോലെ ഒരു ഫൈറ്റ് ഗംഭീരമായിരുന്നു. പിന്നെ ആനയൊക്കെ കൊണ്ട് ഇവർ എങ്ങനെയാണ് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അത് ഗംഭീരമായിട്ട് ആനയെ കൊണ്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീകാന്ത് വെട്ടിയാർ, പുള്ളിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസിന് ഈ പടം കയറി കൊളുത്താനുള്ള സാധ്യതയുണ്ട്. ഷൈൻ ടോം ചാക്കോടെ തീർച്ചയായിട്ടും പുള്ളിയെങ്കിലും പോയിട്ടില്ലല്ലോ. പുള്ളി വളരെ ലൈവായിട്ട് തന്നെ നിൽക്കുന്ന മനുഷ്യനാണ്. പുള്ളി ഈ പടത്തിന്റെ USP പുള്ളിയാണ്. ഷൈൻ ടോം വന്ന് ആ ഒരു സെക്കൻഡ് ഹാഫിൽ പുള്ളി ഒരു പെർഫോമൻസ് ഉണ്ട്. പുള്ളി വന്ന് കോളേജിലോട്ട് വരുന്ന ഒരു സമയം, അങ്ങനെ ഒരു സംഭവമാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഞാനും എനിക്കിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കാണുമ്പോൾ എന്റെയും മെമ്മറീസ് അന്നത്തെ ഇങ്ങനെ വന്നു. രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടോ, പടം കണ്ടോ? ഷൈൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷൈൻ ചേട്ടൻ്റെ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. നല്ല ഒരു പരിപാടിയുണ്ടല്ലേ. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ കണ്ടോ? എല്ലാവരും കണ്ടോ? കാണു, കയറി കാണു. മൂവി ഇത് ബേസിക്കലി ഒന്ന് കാണും. ഇതൊരു ഫൺ പടമാണ്. എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, ചില്ലാൻ പറ്റുന്ന ഒരു ഫൺ പടമാണ്. മൊത്തത്തിൽ അടിപൊളി ഉഗ്രനായിട്ട് നല്ല, എന്താ പറയാ, നല്ലൊരു സിനിമ, നല്ല തമാശ പടം. എല്ലാവരും പോയി കാണുക. ക്രിസ്മസ്, അടിനാശം, വെള്ളപ്പൊക്കം, ചിരിച്ചും അറിയാൻ പറ്റിയൊരു സിനിമ. ഓക്കെ, അതൊരു നല്ല ഉഗ്രൻ സാധനമാണ്. ആ ഒരു എൻട്രി ഒക്കെ അതൊന്ന് പോയി കാണണം എല്ലാവരും കൂടെ കേട്ടോ. മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോൾ അതാ പറഞ്ഞത് സന്തോഷം. നമ്മൾ ആദ്യമായിട്ടൊരു വലിയ സ്ക്രീനിനകത്ത് അതും ലെജൻസിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയ സന്തോഷമാണ്. അത് it's a good movie. It's a comedy thriller. Many light-hearted, funny moments and scenes were there. Shine Tom is really great with his performance. And also it has a message of how drug consumption has become a problem these days, and it also has a message. So overall it's action comedy. It's a must watch film. I'd suggest everybody to watch it. And 3 to 4 of my friends have associated with this film. So 3 of them have acted in the film: Shajir, Hilda, Shrikant, and also the musicians are my friends. Harish, he has done a great job. So I would recommend this film for everybody. Thank you.